മാസപ്പടി കേസിലെ നിർണായക രേഖകൾ ഇഡിക്ക് കൈമാറി എസ്എഫ്ഐഒ. കുറ്റപത്രത്തിലെ 134 രേഖകളിൽ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമുണ്ട്. വിനയെ ചോദ്യം ചെയ്യുന്നതിൽ ഈ രേഖകളെല്ലാം നിർണായകമാകും. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എസ്എഫ്ഐയോട് ഈ രേഖകളെല്ലാം ഇഡിക്ക് കൈമാറണമെന്ന്. സ്വാഭാവികമായും ഇഡിയും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ 134 രേഖകൾ കണ്ടെത്തിയ ഇതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ബാങ്കുകളിലെ ഇടപാടുകൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. സ്വപ്ന, മാസപ്പടി കേസിലെ നിർണായകമായിട്ടുള്ള രേഖകളാണ് ഇപ്പോൾ എസ്എഫ്ഐഒ ഇഡിക്ക് കൈമാറിയിരിക്കുന്നത്. 134 രേഖകളാണ് ഇതിലുള്ളത്. ഈ കേസിൽ ആദ്യം അന്വേഷണം നടത്തിയിരുന്നത് എസ്എഫ്ഐഒ ആണ്. എസ്എഫ്ഐഒ അന്ന് അന്വേഷണം നടത്തുകയും CMRLന്റെയും വീണയുടെയും സ്ഥാപനങ്ങളിലൊക്കെ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ 134 രേഖകളും. ഇതിൽ പ്രധാനമായിട്ടും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച്, അതായത് എക്സാലോജിക്കും CMRL നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രേഖകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഇഡി ഹൈക്കോടതിക്ക് മുന്നിൽ അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പിന്നീട് ഈ രേഖകൾ നൽകാനായിട്ട് എസ്എഫ്ഐയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും ഈ കേസിന്റെ അന്വേഷണം ഇഡിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ രേഖകൾ വളരെ നിർണായകമായിരുന്നു. ഏതായാലും ഈ രേഖകൾ കൂടി ലഭിച്ചാൽ മാത്രമേ മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇഡി വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും വീണയെ കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തിരുന്നു. ഇനി വീണ്ടും ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഈ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ പരിശോധന അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നുള്ള ഒരു നടപടി കൂടി ഏതായാലും ഇഡിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സ്വപ്ന. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. മാസപ്പടി കേസിലെ നിർണായക രേഖകൾ ഇഡിക്ക് എസ്എഫ്ഐഒ കൈമാറിയിരിക്കുന്നു. 134 രേഖകൾ, കുറ്റപത്രത്തിലെ 134 രേഖകൾ. അതിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ബാങ്ക് ഇടപാടുകളുടെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി വീണയെ ചോദ്യം ചെയ്യുക. തീർച്ചയായും ചോദ്യം ചെയ്തതിൽ ഈ രേഖകൾ നിർണായകമാവുകയും ചെയ്യും.